ഉത്തർപ്രദേശിലും ബീഹാറിലും ആവേശം വാരി വിതറി ഇന്ത്യ സഖ്യ നേതാക്കളുടെ പര്യടനം. രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാൻ ജീവൻ നൽകാനും തയ്യാറാണെന്ന് രാഹുൽ ഗാന്ധി. ബിജെപിയോടൊപ്പം ഉണ്ടായിരുന്ന ജനങ്ങൾ അവരെ വിട്ടുപോയെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പറഞ്ഞു. मैं हिंदुस्तान के सब लोगों से कहना चाहता हूं कि संविधान को इंडिया गठबंधन दिल से, जान से, खून से रक्षा करने का काम करेगा. हम 1 इंच पीछे नहीं हटेंगे. मर जाएंगे, कट जाएंगे, मगर कॉन्स्टिट्यूशन को, संविधान को हम नहीं छूने देंगे, इसको नहीं बदलने देंगे. വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. വാക്കുകൾ കൊണ്ട് ബിജെപിയെ തലങ്ങും വിലങ്ങും മുറിവേൽപ്പിക്കുകയാണ് രാഹുൽ. ഇന്ത്യയിലെ ജനങ്ങൾ ബിജെപിയെ മടുത്തുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ജൂൺ 4-ന് ബിജെപിയോട് ഇന്ത്യൻ ജനത ബൈ ബൈ പറയും. मैं बता रहा हूं, लिख लो, यहां पे क्लीन स्वीप होने जा रही है गठबंधन की, इंडिया गठबंधन की. लाइन लगने वाली है सीटों की, टकाटक 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 टकाटक. और उसके बाद गुड बाय बीजेपी, गुड बाय नरेंद्र मोदी, टाटा. സൈനിക സേവനത്തിന്റെ നിലയും വിലയും ഇല്ലാതാക്കിയ പദ്ധതിയാണ് നരേന്ദ്രമോദി കൊണ്ടുവന്ന അഗ്നിവീർ എന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. സൈനിക സേവനത്തിന് കാത്തിരുന്ന ഒരു ഉദ്യോഗാർത്ഥി രാഹുലിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. ഇന്ത്യ സർക്കാർ അധികാരത്തിലെത്തിയാൽ അഗ്നിവീർ എടുത്ത് കടലിൽ ഒഴുക്കുമെന്ന് രാഹുൽ ഗാന്ധി ഉറപ്പു നൽകി. ഇന്ത്യ സഖ്യത്തിന് യുപിയിൽ വലിയ പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പറഞ്ഞു. लेकिन जब विदाई करते हैं तो ढोल नगाड़े से विदाई करते हैं. इस बार तो अमरोहा की ढोलक बज करके भारतीय जनता पार्टी की विदाई होने जा रही है. രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും പങ്കെടുക്കുന്ന പൊതുയോഗങ്ങൾക്ക് വലിയ ജനക്കൂട്ടമാണ് ആർത്തിരമ്പിയെത്തുന്നത്. നരേന്ദ്രമോദിയും ബിജെപിയും രാജ്യത്ത് ഭരണഘടന ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഇന്ത്യ സഖ്യ നേതാക്കൾ പറയുന്നു. ഭരണഘടനയെ സംരക്ഷിക്കാനാണ് ഇന്ത്യ സഖ്യം പരിശ്രമിക്കുന്നതെന്നും എല്ലാ പൊതുയോഗങ്ങളിലും രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും പറയുമ്പോൾ വലിയ പിന്തുണയാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക്, കൈരളി ന്യൂസ്.